ഹായ് സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് വേങ്ങേരി വെജിറ്റബിൾ മാർക്കറ്റിലാണ്. കോഴിക്കോട് വേങ്ങേരി വെജിറ്റബിൾ മാർക്കറ്റിൽ. ഇത് തൊഴിലുറപ്പ് പദ്ധതി ആയി ബന്ധപ്പെട്ട് വന്ന ഏച്ചിമാരാണ്. അപ്പോൾ ഇവരെ വീഡിയോസ് ഒന്നും യൂട്യൂബിലൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവർ കുറേ കാലമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവരെ കാര്യങ്ങളും ഇവരെ അനുഭവങ്ങളൊക്കെ നമുക്കൊന്നും ചോദിച്ചറിയാം. സുഹൃത്തുക്കളെ, ഇവരാണ് ഇന്ന് തൊഴിലുറപ്പ് ആയിട്ട് വന്നിരിക്കുന്നത്. തൊഴിലുറപ്പിൽ വേണ്ടി പണിയെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. പേരെന്താ? എൻ്റെ പേര് പത്മിനി. ചേച്ചി എത്ര കാലമായി ഇതിൽ വർക്ക് ചെയ്യുന്നത്? 9 വർഷമായി. 9 വർഷമായി. എന്താണ് നിങ്ങളുടെ അനുഭവം? ഞങ്ങൾ ഫുൾ ഹാപ്പിയാണ്. പൈസ കിട്ടാനൊക്കെ ഒത്തിരി നേരം വൈകിയാലും ഞങ്ങൾ ഫുൾ ഹാപ്പിയാണ്. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഓരോ പറയുന്ന പണികൾ അതേപോലെ ഞങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കും. ദിവസം പണി കിട്ടാറുണ്ടോ? അധിക ദിവസം ഉണ്ടാവില്ലുണ്ട്. ഒരു മാസം എത്ര പണി കിട്ടും? അങ്ങനെ മാസത്തിൽ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കുറേ പണി കിട്ടി. മറ്റു മാർച്ച് ആകുമ്പോഴേക്ക് 100 പണി തന്നെ തികച്ചു വരലില്ല. എന്നാലും ഇപ്രാവശ്യം ഒരുവിധം എല്ലാവരും 100 പണിയാക്കിയവരാണ്. ആണല്ലേ? നിങ്ങളുടെ കയ്യിൽ ആൾക്കാരും കൂടിയാണ്. നിങ്ങളുടെ കയ്യിൽ എത്ര പേരുണ്ട്? ഇപ്പോൾ 17 ആളുണ്ട്. 17 ആളുണ്ട് അല്ലേ? നിങ്ങൾ എങ്ങനെയൊക്കെ അതിൻ്റെ പണീൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ നിയമങ്ങൾ എന്താ അറിയോ? നിയമങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറയാമോ? ഞങ്ങൾ ദിവസം രാവിലെ വന്നാൽ ആദ്യം മെസ്ട്രോൾ കൊണ്ടുവന്ന് മെസ്ട്രോൾ എല്ലാവരെയും പേരുണ്ടാവും, പേരെഴുതി ഒപ്പിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് പണിയെടുക്കാൻ തുടങ്ങുക. ഒപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാവരും പണിയെടുക്കാൻ ഓരോ ദിവസവും എത്ര അളവെന്നുണ്ടാവും ഓരോരുത്തർക്കും. ആ അളവനുസരിച്ചിട്ട് എല്ലാവരും പണിയെടുക്കും. 2 മണി വരെയാണ് ഞങ്ങളെ സമയം. കറക്റ്റ് ശരിക്കും 9 മണി മുതൽ 4 മണി വരെയാണ് ടൈമുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ദൂരം നിന്ന് വരുന്നതല്ലേ, 2 ബസ്സുകളൊക്കെ വരുന്നതിൻ്റെ പേരിൽ 7 മണി മുതൽ 2 മണി വരെ. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം അതാ. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഞങ്ങൾ ഫുൾ ഹാപ്പിയാണ്. ഞങ്ങളെ ഒരു ദിവസം ലീവ് ആകുമ്പോഴുള്ള സങ്കടം പരസ്പരം ആരും കാണുന്നില്ലല്ലോ. അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവരും അങ്ങനെ തന്നെ. ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ്. യാത്രയൊക്കെ പോകാറുണ്ടോ? പോകാനുള്ള ഞങ്ങൾ ഇടയ്ക്ക് ഒരു മുത്തപ്പക്കാവിലൊക്കെ ഒന്ന് പോയി വന്ന് ഇനിയിപ്പോൾ ഒന്ന് ഗുരുവായൂർ പോകാനുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുകയാണ്. ഒരുപാട് ദൂരങ്ങളൊന്നും അല്ലെങ്കിലും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നല്ല മെച്ചമുണ്ടല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ അത്യാവശ്യം അങ്ങനെ പിടിച്ചെന്ന് പോകുന്നു. നല്ല കാര്യം. കേട്ടതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഞങ്ങളെ മേലുദ്യോഗസ്ഥന്മാരാണെങ്കിലും ഞങ്ങളോട് ഫുൾ ഹാപ്പിയാണ്. നല്ല സഹകരണമാണ്. എല്ലാവരും ഞങ്ങളോട് നല്ല സഹകരണമാണ്. ഞങ്ങളും അങ്ങോട്ടും അങ്ങനെ ഞങ്ങളെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കും. എല്ലാവരും സപ്പോർട്ടാണ്. കാരണം 5:50 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാ. വീട്ടിലെത്തുമ്പോഴേക്കൊരു 3:30-3:45 ആവും. ഇവിടുന്ന് 2 മണിക്ക് ഇറങ്ങിയാൽ 3:45 ആവും വീട്ടിലെത്താൻ. എന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സന്തോഷം. എത്ര കിട്ടുന്നുണ്ട് ഞാൻ ചോദിക്കില്ല. 369 ഒരു ദിവസത്തെ പണിക്കൂലി. 369. പിന്നെ ഒരു 5 രൂപ കൈക്കോട്ട് വാടക ഉണ്ട്. പിന്നെ 36.90 ഞങ്ങൾക്ക് ബസ് ഫെയർ തരുന്നുണ്ട്. അതൊന്നും പോരാ. ഞങ്ങൾക്ക് ഒരു ദിവസം ബസ്സിൻ്റെ പൈസ 62 റുപ്യ വേണം ഇവിടെ വന്നാൽ അങ്ങോട്ട് തിരിച്ചു പോകണമെങ്കിൽ. എന്നാലും ഒരു തരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എന്താണ് ചേച്ചി ഇങ്ങനെയുണ്ട് പണിയൊക്കെ? ചെറുപ്പാകാണല്ലേ പണിയെടുത്തെടുത്ത്? ന്യൂ ഇയർ ആഘോഷിക്കാൻ പോണേ? ഓണസദ്യ കഴിഞ്ഞു? എല്ലാ ആഘോഷവും ഉണ്ട് അല്ലേ? ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാ ആഘോഷവും അടിച്ചു പൊളിച്ചെടുക്കുന്നുണ്ട്. ന്യൂ ഇയർ ഇതാ വരുന്ന, ക്രിസ്മസ്. ഇനിയിപ്പോ അടുത്ത പരിപാടി ഞങ്ങൾക്ക് ന്യൂ ഇയർ. തൊഴിലുറപ്പ് മാത്രമല്ല, കുടുംബ കൂട്ടായ്മ. ഇത് ഞങ്ങൾ കുടുംബം തന്നെയാണ്. മനസ്സുകൾ റീചാർജ് ചെയ്യാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കൂട്ടം. എനിക്ക് ഇവരെല്ലാവരും എൻ്റെ കൂടപ്പിറപ്പുകളാണ്. ഓർക്ക് ഞാൻ ഓരോ മോളെപ്പോലെ, ചേച്ചീനെ പോലെ, അനിയത്തിനെ പോലെ ഒക്കെ കാണുന്നവരെല്ലാവരും. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഭയങ്കര സന്തോഷം. നല്ല പരിചയമായിപ്പല്ലേ പണിയെടുത്തെടുത്തെടുത്ത്? ഞങ്ങൾ പണി കണ്ട് ഞങ്ങളെല്ലാവരും വിളിക്കുകയും ചെയ്യൂ, നല്ല പണിയാന്ന് എന്നൊക്കെ പറയുകയും ചെയ്യൂ. അല്ല, നിങ്ങളെ ഇപ്പൊ ഒരു ഇങ്ങനത്തെ ഗ്യാങ് ഉണ്ടല്ലോ, ഒരു കൂട്ടായ്മ ഉള്ളത്. ഇതേപോലെ വേറെയും കുറെ ആൾക്കാരല്ലേ? ഉണ്ട്. അപ്പൊ അത്ര ഗ്യാങ്ങുകളൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടല്ലോ. പുറമേയുള്ള കൂട്ടായ്മകളൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ? എല്ലാവരുമായിട്ട് ഞങ്ങൾക്ക് നല്ല. ഓക്കെ, ചേച്ചി എന്താ പറയണ്ടോ? ഇവിടെ ആർക്കും അങ്ങനെ എന്താ പറയണ്ടോ? ചേച്ചിന്റെ അനുഭവം എന്താണ്? ചെറുപ്പായിക്കൊണ്ടിരിക്കല്ലേ പണിയെടുത്തോണ്ടിരിക്കുമ്പോ? ഞങ്ങളിവിടെ അങ്ങനെയല്ല, വല്യങ്ങാടി മുഴുവനും ഞങ്ങൾ നടന്നിരുന്നുണ്ട്. ഉണ്ടോ? ശരി.
വെള്ളങ്ങാടി അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? എരഞ്ഞിപ്പാലം കുണ്ടൂപ്പറമ്പ് എല്ലാ നിങ്ങൾ പൂക്കൃഷി ചെയ്തിട്ടുണ്ട്? പൂക്കൃഷി ചെയ്തിട്ടുണ്ട്. അതിൽ മെച്ചമുണ്ടായിരുന്നോ? സാറിന്റെ അല്ല ഞങ്ങളവിടെ ഞങ്ങളവിടെ പണിയെടുത്ത് പൂവൊക്കെ ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക്. ശരി. ഇപ്പൊ എല്ലാരും ചോദിക്കും ഞങ്ങൾക്ക് നല്ല ഇതാ എല്ലാവരും അടുത്തും. എവിടെ നിന്ന് ഒരാളും ഒരു പരാതി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എടുത്ത പണി മോശമായിപ്പോയെന്നോ അല്ലെങ്കിൽ ഒരു വന്ന് ഉപദ്രവം ഉണ്ടാക്കിയെന്നോ അങ്ങനെ ഒന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഈ തൊഴിലുറപ്പിലൂടെ ഇവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും മെച്ചമുണ്ടെന്ന് പറയുന്നത്. സാമ്പത്തികം കുറച്ചൊരു പ്രശ്നമുണ്ടെങ്കിലും കൂടിയിട്ട് ഇവർ അത്ര ആ ഭാഗത്തേക്ക് കടക്കാതെ അതിനെ ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. വളരെ സന്തോഷത്തോടെ വളരെയധികം സഹകരണ മനോഭാവത്തോട് കൂടിയിട്ടാണ് ഈ ഒരു മേഖലയെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ല ഇനി തൊഴിലുറപ്പ് എടുത്തു പോവുകയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു സങ്കടം, ഞങ്ങളെ കൂട്ടായ്മ വിട്ടുപോകല്ലോ എന്നുള്ളത്. അപ്പം അത് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥന. ചെറിയൊരു പൈസ ആയാൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് നമുക്കതൊരു വലിയ പൈസ പോലെ കാണുന്നവരാണ്. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ചേച്ചി, അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഉണ്ടാവാതിരിക്കട്ടെ തന്നെയാണ് കൂട്ടായ്മ ഇതുണ്ടല്ലോ, തൊഴിൽ ഉറപ്പ് എന്ന് പറയുന്നത് അതെല്ലാവരും മനസ്സിൽ പതിഞ്ഞൊരു വാക്കാണ്. തൊഴിലുറപ്പ് ഇപ്പം എടുക്കപ്പെടുകയാണെന്നാ പറയുന്നത്. ഞങ്ങൾ തന്നെ വരുമ്പോൾ ഓരോരുത്തർ ചോദിക്കും എങ്ങോട്ടാണ്, ഇതില്ലാന്നാണല്ലോ കേൾക്കുന്നത്, എന്തിനു പോവാന്നൊക്കെ ചോദിക്കലുണ്ട്. ഞങ്ങൾ നിർത്തുന്ന സമയം വരയ്ക്കും, ഞങ്ങൾക്ക് എടുക്കാനാവുന്ന സമയം വരയ്ക്കും ഞങ്ങൾ പോവുകയും എടുക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് പണി കിട്ടും, എവിടെ ആയാലും ഞങ്ങൾ പോകലുണ്ട്. ഏച്ചിമാരെ കഥകൾ പറയാൻ ആരും വരാറില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പച്ചക്കറി മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചാൽ എനിക്ക് നിങ്ങളെ വീഡിയോ എടുക്കാനൊരു ആഗ്രഹമുണ്ട്, സഹകരിക്കുമെന്ന്. ഒരു പറഞ്ഞു ഞാൻ 100% സമ്മതമാണെന്ന്. അങ്ങനെയാണ് വീഡിയോ എടുത്തത്. ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ ഇടയിൽ കച്ചറ. അപ്പോൾ ഇവർക്ക് ഒന്നും കൂടി ഇവരെ കാര്യങ്ങൾ ഒന്നും കൂടി അറിയട്ടെ, മറ്റുള്ളവരെ അറിയട്ടെ. അവരെ കൂട്ടായ്മയിലൊക്കെ ഈ ഒരു 10 മണി ശേഷമാണെങ്കിൽ നിങ്ങൾ കുറെ പാട്ടും കൂത്തൊക്കെ കേൾക്കുമല്ലോ. പാട്ട് പാടാനും ഒക്കെ കളിയും ചിരിയൊക്കെ ആയിട്ട് തന്നെ ഞങ്ങളെ സമയം ഇവിടെ പോകുന്നു. അതായത് ഇവിടെ തൊഴിൽ കഴിഞ്ഞതിന് ശേഷം ഇവരെ ഒന്നിച്ചിരുന്നിട്ട് പാട്ട് പാടും, ആസ്വദിക്കും. ശരിക്കും ജീവിതം ഒരു ആസ്വദിക്കുക തന്നെയാണ് ഈ ഒരു തൊഴിൽ മേഖലയിലൂടെ. അല്ല ഞങ്ങളെ സംബന്ധിച്ചത് ഞങ്ങളെ സന്തോഷമുള്ളൊരു സമയം തന്നെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതുപോലെ തന്നെ ആയിരിക്കട്ടെ. ഞങ്ങൾ ഇന്നും ഇങ്ങനെ ആവട്ടെ എന്ന് ഞങ്ങളും വിചാരിക്കുന്നു. ഓക്കെ.